ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്താണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്ന് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ വന്നപ്പോൾ തന്നെ വിശന്നു. അപ്പോൾ പിന്നെ ഞാൻ പഴം എടുത്ത് കഴിക്കാം. എന്നും പഴം കഴിക്കുന്ന നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ. ഈ പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലാകുമ്പോൾ വലിയ മധുരമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചു. അപ്പോൾ അമ്മ വന്നായിരുന്നു. അമ്മ വന്നപ്പോൾ അമ്മയോട് വർത്താനം പറഞ്ഞു. പിന്നെ കുറേ പാത്രമൊക്കെ ഉണ്ടായിരുന്നേ, അതെല്ലാം കഴുകി വെച്ചു. ഞങ്ങളിങ്ങനെ മഴയുടെ കാര്യവും ഇങ്ങനെ ഇപ്പറയൊക്കെ ഇങ്ങനെ ഉള്ള വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൽക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ഈ മീനുട്ടിനെ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വന്നപ്പോൾ കുറേ തക്കാളിപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോയോളം ഉണ്ടായിരുന്നു. കാരണം വില കുറച്ച് കിട്ടി. ഞാൻ റോഡരികിൽ വിൽക്കത്തില്ല. ഇപ്പോൾ തക്കാളിക്കൊക്കെ നല്ല വിലക്കുറവാണ് തോന്നല്ലേ. അപ്പം ഞാൻ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനും പറഞ്ഞ് വാങ്ങിയിട്ട് വന്നാണ് ഗൈസ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിധം അങ്ങ് മാറി. സോസ് വേറെ പണിയില്ല, സോസ് ഓൾറെഡി ഉള്ളത് കുറച്ച് ഇരിപ്പുണ്ടെന്ന് ഓർത്ത് തന്നപ്പോൾ പിന്നെ തക്കാളി ചമ്മന്തി ആക്കാമെന്ന് ഓർത്തു. അപ്പോഴേ അതിൻ്റെ അകത്ത് കുറേ തക്കാളി കേടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഈ കുറച്ച് വിലയ്ക്കൊക്കെ വിൽക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കുറച്ചൊക്കെ കേടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അതിൽ നല്ലത് നോക്കി ഞാൻ കുറേ എടുത്തു. അറഞ്ചാൻ പറഞ്ഞാൽ അങ്ങ് ഞങ്ങൾ കുറേ കിട്ടും. ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. കുറച്ച് തക്കാളിയും കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും മാത്രം മതി, വേറൊന്നും വേണ്ട. ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒരു അച്ചാർ പോലെ ഇത് കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൽ ഇങ്ങനെ നന്നായിട്ട് നല്ല എയർ ടൈറ്റുള്ളൊരു പാത്രത്തിലോട്ട് അടച്ചങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ, ഒരാഴ്ചയൊക്കെ നന്നായിട്ട് കുറേശ്ശെ എടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ. ശകലം പോലെ വെള്ളമയം കാണരുതേ, വെള്ളമയം ഇല്ലാതെ വേണം വെച്ചെടുക്കാൻ. അപ്പം നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക, കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടുടനെ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം തക്കാളി ഇട്ട് നന്നായിട്ട് ഇത് വഴറ്റി വന്ന ശേഷം അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കണേ. അപ്പോൾ ഈ വെള്ളമെല്ലാം അങ്ങ് പറ്റും. അപ്പം നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. അത് മിസ്സായിപ്പോയതാണേ, അതും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് അടച്ചങ്ങ് വെച്ച സെറ്റ് നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒരാഴ്ച വരെ ഇത് കണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇരുന്നോളൂ കേട്ടോ. ഇതോ ഒരു 2-3 ദിവസമെങ്കിലും വെക്കും. നമ്മളെ വെള്ളമെല്ലാം വറ്റിച്ചിട്ടുണ്ടല്ലോ. അങ്ങോട്ടും കൂടെ ഉപ്പ് ഈ പുളിക്കല്ലേ, അത് സൂപ്പറായിട്ടുണ്ട്. ഇത് മാത്രം മതി ചോറ് ചപ്പാത്തിക്കൊക്കെ. ആ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാൻ, വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. പിന്നെ കുറച്ച് ബീട്രൂട്ട് തോരനും തക്കാളിയും കുറച്ച് ഇന്നലത്തെ മീൻ കൂട്ടാനുണ്ടായിരുന്നു. മീൻ നമ്മുടെ തേങ്ങ അരച്ച് വെച്ച മീൻ കറിയാണ്. മീൻ വറുത്തുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല കേട്ടോ. മീനോട്ടൻ അവിടെ ഇരിപ്പുണ്ട്. മീനോട്ടൻ ഈ കറി വേണ്ടാന്ന് പറഞ്ഞ് ഇത് കഴിക്കുന്നില്ല. അവർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോലും ഒക്കെ താല്പര്യമില്ല എന്നുള്ള കാര്യം. ടേസ്റ്റ് നോക്കി അത് ഇഷ്ടപ്പെടാവുന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് നോക്കാൻ ഒക്കെ വേണ്ടാന്നാണ് പറയുന്നത്. പിന്നെന്താ ചെയ്യാനാണ്, ഞാൻ കഴിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ ഹൈപ്പിംഗ് കൂടെ ചെയ്തേക്കണേ. നോക്കട്ടെ ബേബി, സി യു.